ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഡോപ്പ HYQ സീരീസ്. HYQ സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാർഡിയാക് സൈക്കിൾ എന്ന് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട നമുക്ക് അറിയേണ്ട, നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കൺസെപ്റ്റും അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഈ ഒരു സീരീസ് പോകുന്ന പോലെ തന്നെ ആദ്യം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് നോക്കുക. ഇത് നീറ്റ് 2022 ചോദിച്ചൊരു ചോദ്യമാണ്. ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. പോസ്റ്റ് നോക്കിയിട്ട് നോക്കിയാൽ മതി, വീഡിയോ പോസ്റ്റ് നോക്കിയിട്ട് നോക്കുക. ആൻഡ് അടുത്തൊരു ചോദ്യം, ഇത് നീറ്റ് 2010 ചോദിച്ചൊരു ചോദ്യമാണ്. കോഡേറ്റ് ടെൻറ്റിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവം, അല്ലെങ്കിൽ കോഡേറ്റ് ടെൻറ്റിനെ പാർഷ്യലി നോൺ ഫങ്ഷണൽ ആയി കഴിഞ്ഞാൽ എന്താണ് ഇമ്മീഡിയറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യമുണ്ട്. യെസ്. പിന്നെ നീറ്റ് 2024 ചോദിച്ച ചോദ്യമാണ്, ലബ് സൗണ്ടിൻ്റെ കാരണം ചോദിച്ചിട്ടുണ്ട്. പിന്നെ കോസ് ഓഫ് സെക്കൻഡ് ഹാർട്ട് സൗണ്ട് അഥവാ ഡബ് സൗണ്ടിൻ്റെ കാരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ചോദ്യമാണ്. സോ ഇതൊക്കെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മൾ ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി കാർഡിയാക് സൈക്കിളുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് കൃത്യമായിട്ട് അറിയണം. ഇതിൽ ഒരുപാട് കൺസെപ്റ്റ് അറിയാമെന്നുള്ളതല്ല, നമ്മുടെ സ്വന്തം NCERT എന്ത് പറഞ്ഞു ഈ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് എന്നുള്ളതാണ് നമുക്ക് കൃത്യമായിട്ട് അറിയേണ്ടത്. അപ്പോൾ NCERT നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കാർഡിയാക് സൈക്കിളുമായി ബന്ധപ്പെട്ട് വലിയൊരു പാരഗ്രാഫ് ആദ്യം കൊടുത്തിട്ടുണ്ട് അല്ലേ. കാർഡിയാക് സൈക്കിൾ ആദ്യം പറയുന്നത് നമ്മൾ ജോയിൻറ്റ് ഡയാസ്റ്റോളിൻ്റെ ഭാഗം പറയുന്നുണ്ട്, പിന്നെ വെൻട്രിക്കുലർ സിസ്റ്റോളിൻ്റെ ഭാഗം പറയുന്നുണ്ട്, പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വെൻട്രിക്കുലർ ഡയാസ്റ്റോളിൻ്റെ ഭാഗം പറയുന്നുണ്ട്, പിന്നെ നമുക്ക് ഏട്രിയൽ സിസ്റ്റോളിൻ്റെ ഭാഗം, വീണ്ടും ജോയിൻറ്റ് ഡയാസ്റ്റോളിൻ്റെ ഭാഗം പറയുന്നുണ്ട്. പലപ്പോഴും കുട്ടികൾ ഒരു കൺഫ്യൂഷൻ രീതിയിൽ പറയുന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടി, ഈസി ആയിട്ട് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയയാണ് ഇന്ന് ഞാൻ ഈ ഒരു ടോപ്പിക്കിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ കാർഡിയാക് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒരു ഡെഫിനിഷൻ NCERT പ്രകാരം പറയുകയാണെങ്കിൽ ദിസ് ഇസ് ദ സീക്വൻഷ്യൽ ഇവൻറ്റ്സ് ഇൻ ദ ഹാർട്ട് വിച്ച് ഈസ് സൈക്ലിക്കലി റിപ്പീറ്റഡ് ഈസ് കാൾഡ്. അതായത് നമ്മുടെ ഹാർട്ടിൽ രണ്ട് ഹാർട്ട് ബീറ്റിൻ്റെ ഇടയിൽ ഹാർട്ടിൻ്റെ അകത്ത് എന്തൊക്കെ ഇവൻറ്റ്സ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത് അതിനെ സംബന്ധിച്ചാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് കാർഡിയാക് സൈക്കിളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ കാർഡിയാക് സൈക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് പ്രിലിമിനറി ആയിട്ട് നമുക്ക് അറിയേണ്ട ഒരു ഐഡിയ എന്ന് പറയുന്നത് ഹാർട്ടിൻ്റെ ഒരു ഓവറോൾ സ്ട്രക്ചറാണ്. നമ്മൾ ഹാർട്ടിൻ്റെ സ്ട്രക്ചറിലോട്ട് പോവുകയാണെങ്കിൽ നമുക്കറിയാം ഹാർട്ടിന് ഒരു 4 ചേമ്പേഴ്സ് ഉണ്ട് അല്ലേ. നമുക്ക് ഇവിടെ ഒരു ലെഫ്റ്റ് ഏട്രിയ, ഇവിടെ ഒരു ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ സൈഡാണ്, ഇവിടെ ഒരു റൈറ്റ് ഏട്രിയൻ്റെ സൈഡാണ്, ഇവിടെ നമുക്ക് റൈറ്റ് വെൻട്രിക്കിളിൻ്റെ സൈഡാണ്. അപ്പോൾ ഇതൊരു ഓവറോൾ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാം ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അറൈസ് ചെയ്യുന്ന വെസൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു അയോട്ടയാണെന്നുള്ള കാര്യം ഏകദേശം അറിയണം. ആൻഡ് നമ്മുടെ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് അറൈസ് ചെയ്യുന്നത് ഏതാണ്ട് നമ്മുടെ ഈ ഒരു പൾമണറി ആർട്ടറി എന്നുള്ളത് അറിയണം. ലെഫ്റ്റ് ഏട്രിയയിലോട്ട് ജോയിൻ ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ പൾമണറി വെയിൻ ആണ്. ആൻഡ് റൈറ്റ് ഏട്രിയയിലോട്ട് ജോയിൻ ചെയ്യുന്നത് നമ്മുടെ വീനക്കാവകളാണ്, സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീനക്കാവയാണ്. അപ്പോൾ ഇതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ പെർഫെക്റ്റ് ഒരു 2 ഡയമെൻഷണൽ പിക്ചർ എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് അറിയുന്ന ഒരു ഡാറ്റയാണ്. ആൻഡ് ഇവിടെ നമുക്ക് ലെഫ്റ്റ് ഏട്രി ഉണ്ട്, ഇവിടെ നമുക്ക് റൈറ്റ് ഏട്രി ഉണ്ട് അല്ലേ. ഈ ലെഫ്റ്റ് ഏട്രിനെ റൈറ്റ് ഏട്രിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഈ ഒരു ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരെന്താ? ദിസ് ഈസ് കാൾഡ് എസ് ഇന്റർ ഏട്രിയൽ സെപ്റ്റയാണ്. ഇതൊക്കെ നമുക്ക് അറിയേണ്ട ബേസിക് പ്രിലിമിനറി ആയിട്ട് നമ്മൾ അറിയേണ്ട കാര്യമാണ്, ഇന്റർ ഏട്രിയൽ സെപ്റ്റ. ആൻഡ് വാട്ട് ഈസ് ദിസ് ഈസ് കാൾഡ് എസ് ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റയാണ് ഈ കാണുന്നത് കേട്ടോ. ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റ നമുക്കറിയാം, ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റ അത്യാവശ്യം തിക്കാണ്, മസ്കുലാർ ആണ് എന്നൊക്കെ NCERT പറയുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് ഇന്റർ ഏട്രിയൽ സെപ്റ്റം വിച്ച് ഈസ് സംവാട്ട് തിൻ ആണ്. ആൻഡ് വാട്ട് അബൌട്ട് ദിസ് സെപ്റ്റ? ഈ സെപ്റ്റൻ്റെ പ്രത്യേകത, ഇത് ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റയാണ്. ആൻഡ് അതിൻ്റെ ഇടയിൽ എന്തുണ്ട്? ചെറിയ ഓപ്പണിങ്സ് ആയിട്ട് നമുക്ക് ഏട്രിയോ വെൻട്രിക്കുലർ ഓറിഫൈസ് കാണാം. ഇതിനെ ഗാർഡ് ചെയ്തിട്ട് നമുക്കറിയാം കുറച്ച് വാൽവുകളൊക്കെ പ്രസൻ്റ് ആണ്. ഇതിൻ്റെ ഏതാണ്ട് ഒരു ഐഡിയ മാത്രമേ ഞാൻ ഈ ഒരു ടോപ്പിക്കിൽ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അതായത് ഇവിടെ നമുക്ക് ഒരു ട്രൈകസ്പിഡ് വാൽവ് ഉണ്ട് അല്ലേ, ഇവിടെ നമുക്ക് ബൈകസ്പിഡ് വാൽവ് ഉണ്ട്. ഓക്കെ, സോ ഹിയർ ദർ ഈസ് ലെഫ്റ്റ് ഏട്രിയ, ഹിയർ ദർ ഈസ് ലെഫ്റ്റ് വെൻട്രിക്കിൾ, ഹിയർ ദർ ഈസ് റൈറ്റ് ഏട്രിയ ആൻഡ് ഹിയർ ദർ ഈസ് റൈറ്റ് വെൻട്രിക്കിൾ. അതാണ് ഏകദേശം ഇതിൻ്റെ ഒരു ഐഡിയ. ഇനി പെർഫെക്റ്റ് ആയിട്ട് ഇതിലെ ബ്ലഡ് വെസൽസിനെ സംബന്ധിച്ച് നമുക്ക് അറിയേണ്ട ഒരു ഡാറ്റ എന്ന് പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ലെഫ്റ്റ് ഏട്രിയയിലോട്ട് വന്ന് ജോയിൻ ചെയ്യുന്ന വെസൽ ഏതാണെന്ന് ചോദിച്ചാൽ ദിസ് ഈസ് ഡെഫിനറ്റ്ലി ആരാണ്? പൾമണറി വെയിൻ ആണ് അല്ലേ. ആൻഡ് ഈ റൈറ്റ് ഏട്രിയയിലോട്ട് വന്ന് ജോയിൻ ചെയ്യുന്ന ആളാരാന്ന് ചോദിച്ചാൽ നമ്മുടെ വീനക്കാവയാണ്. ഇതൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് പ്രിലിമിനറി ആയിട്ട് നമ്മൾ അറിയേണ്ട ഡാറ്റയാണ്. ആൻഡ് വിച്ച് ഈസ് ദ വെസൽ വിച്ച് അറൈസ് ഫ്രം ലെഫ്റ്റ് വെൻട്രിക്കിൾ ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ. അതുകൂടെ നമുക്കറിയാം. ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട് ഈസ് കൺസേൺഡ് വിത്ത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. അതായത് ലെഫ്റ്റ് സൈഡിലോട്ട് വരുന്നത് ഓക്സിജൻ റിച്ച് ബ്ലഡ് ആണ് ഫ്രം ദ ലങ്സ്. ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ ഈ ഓക്സിജൻ റിച്ച് ബ്ലഡ് വരുന്നു. ആൻഡ് ഈ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഇനി ഈ ബ്ലഡിനെ എല്ലാം പമ്പ് ചെയ്യുന്നത് അയോട്ട വഴിയാണ് അല്ലേ. അപ്പോൾ ഇവിടുന്ന് അറൈസ് ചെയ്യുന്ന ഈ ലെഫ്റ്റ് വെൻട്രിക്കിൾ അറൈസ് ചെയ്യുന്ന വെസൽ ഏതാണെന്ന് ചോദിച്ചാൽ അയോട്ടയാണ്. അയോട്ട ഇങ്ങനെയാണ് അറൈസ് ചെയ്യുന്നത് അല്ലേ. സോ ദിസ് ഈസ് ദ വേ ഹൗ അയോട്ട അറൈസ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ലെഫ്റ്റ് ഏട്രിയയിലോട്ട് വന്ന് ജോയിൻ ചെയ്യുന്ന ബ്ലഡ് എന്ന് പറയുന്നത് ഓക്സിജൻ റിച്ച് ബ്ലഡ് ആണ്. അത് ലെഫ്റ്റ് ഏട്രിയയിലോട്ട് വന്നു, അതന്നെ ലെഫ്റ്റ് വെൻട്രിക്കിലോട്ട് വന്നു. നമ്മുടെ അയോട്ട ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഈ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ പുറത്തോട്ട് പമ്പ് ചെയ്തു. ആൻഡ് വിച്ച് ബ്ലഡ് കംസ് ത്രൂ ദ വീനക്കാവ? ഏത് ബ്ലഡാണ് വരുന്നത്? നമ്മുടെ കാർബൺ ഡയോക്സൈഡ് റിച്ച് ബ്ലഡ് അഥവാ ഡി ഓക്സിജനേറ്റഡ് ബ്ലഡാണ് വരുന്നത്. ആ ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിൾ വരുന്നു. റൈറ്റ് വെൻട്രിക്കിൾ ഈ ഡി ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ഏത് വെസൽ വഴിയാണ് പമ്പ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് അറൈസ് ചെയ്യുന്ന വെസൽ അഥവാ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് അറൈസ് ചെയ്യുന്ന വെസൽ നിങ്ങൾ മനസ്സിലാക്കണം. ഹു ഈസ് ദിസ്?
ദിസ് ഈസ് അവർ പൾമനറി ആർട്ടറി അല്ലേ, പൾമനറി ആർട്ടറിയാണ്. അപ്പോൾ എടാ ഇത് കൃത്യമായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ഇതിൻ്റെ ഒരു സൂപ്പർഫിഷ്യലായി ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് ഫിഗർ അല്ലാതെ ഇതിനൊരു ബോക്സ് ഡയഗ്രത്തിലോട്ട് ഞാൻ കൺവേർട്ട് ചെയ്ത ഒരു ഫിഗറാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുക. ഇത് ജസ്റ്റ് അതായത് ഇവിടെ നമുക്ക് ബേസിക്കലി മനസ്സിലാക്കേണ്ടത് ഇവിടെ നമുക്ക് ലെഫ്റ്റ് ഏട്രിയ ഉണ്ട്, ഇവിടെ നമുക്ക് ലെഫ്റ്റ് വെൻട്രിക്കിൾ ഉണ്ട്. സോ ദിസ് ഈസ് റൈറ്റ് ഏട്രിയ, ഇത് റൈറ്റ് വെൻട്രിക്കിളാണ്. ഏതാണ്ട് ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഫിഗർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക കേട്ടോ. അതായത് ഇതിന് പെട്ടെന്ന് സിമ്പിളായിട്ട് നിങ്ങൾക്കിത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫിഗർ ഇവിടെ എടുത്തിരിക്കുന്നത്. സോ നമുക്ക് 4 ചേമ്പേഴ്സ് ഉണ്ട്. നമുക്കറിയാം ലെഫ്റ്റ് ഏട്രിയ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഇടയിൽ ഒരു ഓപ്പണിംഗ് ഉണ്ട്, റൈറ്റ് ഏട്രിയ റൈറ്റ് വെൻട്രിക്കിൾ ഇടയിലും ഓപ്പണിംഗ് ഉണ്ട്. ആൻഡ് ഇവിടുത്തെ വാൽവുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്കറിയാം. ഇവിടെയുള്ള വാൽവ് എന്ന് പറയുന്നത് ബൈകസ്പിഡ് വാൽവാണ് അഥവാ മിട്രൽ വാൽവ് എന്ന് പറയും. ആൻഡ് ഇവിടെയുള്ള വാൽവ് ട്രൈകസ്പിഡ് വാൽവാണ് അഥവാ ട്രൈകസ്പിഡ് വാൽവ് എന്നാണ് നമ്മൾ, അതിന് പ്രത്യേകിച്ച് വേറെ പേരൊന്നുമില്ല. സോ ട്രൈകസ്പിഡ് വാൽവ് ഇൻ ദ റൈറ്റ് സൈഡ് ആൻഡ് ബൈകസ്പിഡ് വാൽവ് ഇൻ ദ ലെഫ്റ്റ് സൈഡ്. ആ കാര്യം നമ്മൾ മനസ്സിലാക്കി. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ വെസൽ ഏതാടാ, വിച്ച് ഈസ് ദിസ് വെസൽ, ഈ ഒരു പെർട്ടിക്കുലർ വെസൽ, ഇത് ഈ ഒരു ഓക്സിജൻ റിച്ച് ബ്ലഡിനെ നമ്മുടെ ലെഫ്റ്റ് ഏട്രിയയിലേക്ക് എത്തിക്കുന്ന ഈ വെസൽ നമ്മുടെ പൾമനറി വെയിൻ ആണ് എന്ന് മനസ്സിലാക്കണം. സോ ഇനി നമുക്ക് അറിയാം ഈ ഒരു പെർട്ടിക്കുലർ വെസൽ, ഇത് നമ്മുടെ അയോട്ടയാണ്. അപ്പോൾ അയോട്ട ത്രൂ ആണ് നമ്മുടെ ഫുൾ ബോഡിയിലോട്ട്, അയോട്ടയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓക്സിജൻ റിച്ച് ബ്ലഡിനെ കംപ്ലീറ്റ് നമ്മുടെ ബോഡിയിലോട്ട് പമ്പ് ചെയ്യുന്നത് അയോട്ടയാണ്. ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ റൈറ്റ് ഏട്രിയയിലോട്ട് ബ്ലഡിനെ എത്തിക്കുന്നത് നമ്മുടെ വീനക്കാവയാണ്. സോ ദിസ് ഇസ് അവർ വീനക്കാവ ആൻഡ് ദിസ് ഇസ് അവർ പൾമനറി ആർട്ടറി. ഏതാണ്ട് ഇതിൻ്റെ ഒരു ബോക്സ് ഡയഗ്രാം മാത്രമാണ്, പെർഫെക്റ്റ് ഡയഗ്രാം ഒന്നും അല്ല ഇത്. ഞാൻ വീണ്ടും പറയുകയാണ്, കാർഡിയക് സൈക്കിൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ ഡയഗ്രാം ഞാൻ വെച്ചു തന്നേ ഉള്ളൂ കേട്ടോ. സോ കാർബൺ ഡയോക്സൈഡ് റിച്ച് ബ്ലഡ് റൈറ്റ് ഏട്രിയയിലോട്ട് വന്നു. ഇതേ കാർബൺ ഡയോക്സൈഡ് റിച്ച് ബ്ലഡിനെ പുറത്തോട്ട് കളയുന്നത് നമ്മുടെ പൾമനറി ആർട്ടറിയാണ്. ആൻഡ് നിങ്ങൾക്കറിയാം ഇവിടെയുള്ള വേറൊരു വാൽവ് ഉണ്ട്. വാട്ട് ഈസ് ദ വാൽവ് വിച്ച് ഈസ് പ്രസൻറ്റ് ഹിയർ? ഇവിടെ പ്രസൻറ്റ് ആയിട്ടുള്ള വാൽവിൻ്റെ പേരെന്താ? സെമി ലുണാർ വാൽവാണ്. അതേ സെമി ലുണാർ വാൽവ് എവിടെയുണ്ട്? നമ്മുടെ അയോട്ടിൻ്റെ സ്റ്റാർട്ടിങ്ങിലുണ്ട്. സോ ദിസ് ഈസ് ദ ഡയഗ്രാം വിച്ച് ആക്ച്വലി പോർട്രേ ദ ഡിഫറെൻറ്റ് ചേമ്പേഴ്സ് ഓഫ് ദ ഹാർട്ട് ആൻഡ് ഡിഫറെൻറ്റ് വെസൽസ് ഓഫ് ദ ഹാർട്ട്. ഇനി നമ്മൾ പെർഫെക്റ്റ് കാർഡിയാക് സൈക്കിളിലോട്ട് കിടക്കുകയാണ് കേട്ടോ. പെർഫെക്റ്റ് കാർഡിയാക് സൈക്കിളിലെ ഈവൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നമ്മുടെ NCERT പ്രകാരമുള്ള ഒരു ഫിഗറാണെന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ്. NCERTയിൽ സ്പെസിഫിക് ഫിഗേഴ്സ് ഒന്നും കൊടുക്കാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഈവൻസ് ഓഫ് കാർഡിയാക് സൈക്കിളിലെ 4 ഫിഗേഴ്സിലോട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാൻ പോവാണ്, ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദിസ് ഈസ് അവർ ഫസ്റ്റ് വൺ. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജോയിൻറ്റ് ഡയാസ്റ്റോൾ. മക്കളെ ജോയിൻറ്റ് ഡയാസ്റ്റോൾ ഇങ്ങനെ തീരാൻ പോവുകയാണ് കേട്ടോ. അതായത് ജോയിൻറ്റ് ഡയാസ്റ്റോളിൻ്റെ ഒരു ഏകദേശം ഒരു ഹാഫ് മുതൽ ലേറ്റ് ഫേസ് ആണ്. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഏട്രിയൽ സിസ്റ്റോളാണ്, ഏട്രിയൽ സിസ്റ്റോൾ. സോ ഫസ്റ്റ് വൺ ജോയിൻറ്റ് ഡയാസ്റ്റോൾ ലേറ്റ് ഫേസ് ആണ്. നമ്പർ 2 നമ്മുടെ ഏട്രിയൽ സിസ്റ്റോളാണ്. ആൻഡ് നമ്പർ 3 നമ്മുടെ വെൻട്രിക്കുലാർ സിസ്റ്റോളാണ്, വെൻട്രിക്കുലാർ സിസ്റ്റോൾ. ആൻഡ് നമ്പർ 4 എന്താണെന്നറിയാം? നമ്പർ 4 വീണ്ടും ജോയിൻറ്റ് ഡയാസ്റ്റോളാണ്. അതായത് നമ്മളെ ഹാർട്ടിൻ്റെ ഡിഫറെൻറ്റ് കാർഡിയാക് സൈക്കിളിലെ ഡിഫറെൻറ്റ് ഈവൻറ്റ്സ് ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ. എടാ ഇതിൽ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഐഡിയക്ക് വേണ്ടിയിട്ട് ഞാനിത് ഏട്രിയൽ സിസ്റ്റോൾ വെച്ച് ഞാനങ്ങ് തുടങ്ങുകയാണ് കേട്ടോ. അത് എവിടെ നിന്ന് നമുക്ക് തുടങ്ങും? ഇതൊരു സൈക്കിളാണ്. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന ഈ ഈവൻസിനെയാണ് നമ്മൾ കാർഡിയാക് സൈക്കിൾ, ഈവൻറ്റ്സ് ഓഫ് കാർഡിയാക് സൈക്കിൾ എന്ന് വിളിക്കുക അല്ലേ. അപ്പോൾ ഈ ഏട്രിയൽ സിസ്റ്റോളാണ് ഞാൻ ആദ്യം പറയുന്നത് കേട്ടോ. സപ്പോസ് ഏട്രിയൽ സിസ്റ്റോൾ സംഭവിച്ചു എന്ന് വിചാരിക്കാം. ഏട്രിയൽ സിസ്റ്റോൾ സംഭവിച്ചു, അത് കാണിക്കാൻ വേണ്ടി ഞാൻ ഏട്രിയൽ സിസ്റ്റോൾ ഈ ഒരു ഈവൻറ്റ് ഇതാ ഇവിടെ ഏട്രിയ കംപ്ലീറ്റ് അങ്ങ് കോൺട്രാക്ട് ചെയ്തു കണ്ടോ. ഏട്രിയ കംപ്ലീറ്റ് കോൺട്രാക്ട് ചെയ്ത ഏട്രിയയിലുള്ള ബ്ലഡ് എല്ലാം കൂടെ ഏതിലൂടെ ഇങ്ങോട്ടേക്ക് വരും? നമ്മുടെ ഈ ബൈകസ്പിഡ് ആൻഡ് ട്രൈകസ്പിഡ് വാൽവിലൂടെ ഇങ്ങനെ താഴോട്ട് വരും അല്ലേ. ഇതാണ് ഇതിൻ്റെ ഒരു ഐഡിയ അല്ലേ. അപ്പോൾ നമ്മുടെ ഏട്രിയൽ സിസ്റ്റോൾ. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സമയത്ത് ഇവിടെയുള്ള വാൽവ്സുകൾ ഓപ്പൺ ആണ്. ഏതാണ് ഈ വാൽവ്? ദിസ് വാൽവ് ഇസ് ദ ബൈകസ്പിഡ് ആൻഡ് ട്രൈകസ്പിഡ് വാൽവ്. അതിനെ ഏട്രിയോ വെൻട്രിക്കുലാർ വാൽവ്സ് എന്നും പൊതുവേ നമ്മൾ വിളിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ജസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഏട്രിയൽ സിസ്റ്റോൾ ഇതൊന്ന് കാണിക്കാൻ ഞാൻ ഇങ്ങനെ ഒരു അടയാളം വെക്കുന്നു. സോ ഇതിൽ കുറച്ച് ബ്ലഡ് എങ്ങോട്ടേക്ക് വരുന്നു? നമ്മുടെ ബൈകസ്പിഡ് ആൻഡ് ട്രൈകസ്പിഡ് വാൽവിലൂടെ ബ്ലഡ് എങ്ങോട്ടേക്ക് എത്തി? വെൻട്രിക്കിലോട്ട് എത്തി. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സമയത്ത് ഇവിടെയുള്ള വാൽവുകൾ ക്ലോസ്ഡ് ആണ്. ഇവിടെയുള്ള വാൽവ് എന്ന് പറയുമ്പോൾ ഏത് വാൽവാടാ? നമ്മുടെ സെമി ലുണാർ വാൽവ് ക്ലോസ്ഡ് ആണ്. സോ ഇനി അടുത്ത ഇവൻ്റ് എന്താ? അപ്പോൾ ബ്ലഡ് എല്ലാം വെൻട്രിക്കിലെത്തി. ഇനി അടുത്ത ഇവൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഇവിടെയുള്ള വാൽവുകൾ ഓപ്പൺ ആണ് ആൾറെഡി. ആൻഡ് ഇവിടെയുള്ള വാൽവുകൾ എന്താണ്? നമ്മുടെ സെമി ലുണാർ വാൽവ് ക്ലോസ്ഡ് ആണ്. ആൻഡ് ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്? വെൻട്രിക്കുലാർ സിസ്റ്റോൾ സംഭവിക്കാൻ പോകുന്നത് അല്ലേ. വെൻട്രിക്കുലാർ സിസ്റ്റോൾ സംഭവിക്കുന്നു, നമ്മുടെ വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യുന്നു കണ്ടോ. വെൻട്രിക്കിൾ കംപ്ലീറ്റ് കോൺട്രാക്ട് ചെയ്തു. ഈ വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്തായിരിക്കും? ഇവിടെ ഈ ട്രൈകസ്പിഡ് വാൽവും ബൈകസ്പിഡ് വാൽവും അടഞ്ഞിട്ടില്ലെങ്കിൽ ബ്ലഡ് എല്ലാം കൂടെ മേലോട്ട് കയറാനുള്ള സാധ്യതയുണ്ട് അല്ലേ. സോ അത് ഒഴിവാക്കാൻ നമ്മുടെ ബൈകസ്പിഡ് ആൻഡ് ട്രൈകസ്പിഡ് വാൽവ് ഇവിടെ അടയുന്നതായിട്ട് കാണാം കണ്ടോ. ബൈകസ്പിഡ് ആൻഡ് ട്രൈകസ്പിഡ് വാൽവ് അടയുന്ന സമയത്ത് മക്കളെ ഈ ഒരു സിമ്പിൾ റെപ്രസെൻ്റ്
റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ഒച്ച ഉണ്ടായിട്ടുണ്ടോ? സോ ദിസ് ക്ലോഷർ ഓഫ് ബൈക്കസ്പിഡ് ആൻഡ് ട്രൈക്കസ്പിഡ് വാൽവ് അവിടെ നടന്നു. ഇത് കാരണം ഒരു പെർട്ടിക്കുലർ ഒച്ച ഉണ്ടായി. ദാറ്റ് ഒച്ച ഓർ ദാറ്റ് സൗണ്ട് ഈസ് കാൾഡ് ആസ് ലെബ് സൗണ്ട് ഓർ ദ ഫസ്റ്റ് ഹാർഡ് സൗണ്ട്. അതിനെ S1 എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് ഹാർഡ് സൗണ്ട് എന്നുള്ളത് നമുക്ക് വിളിക്കാം. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ വെൻട്രിക്കുലർ കോൺട്രാക്ഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഈ വെൻട്രിക്കിളിൻ്റെ അകത്തുള്ള പ്രഷർ എന്ത് ചെയ്യണം? വെൻട്രിക്കിളിൻ്റെ അകത്തുള്ള പ്രഷർ ഇങ്ങനെ കൂടി പോവുകയാണ്. ആ പ്രഷർ കൂടുന്ന സമയത്ത് ബ്ലഡിന് എന്ത് ചെയ്യണം? ബ്ലഡ് ഹാസ് ടു മൂവ് ഔട്ട്സൈഡ് അല്ലേ? ബ്ലഡ് ഏതിലൂടെ ആയിരിക്കും മൂവ് ചെയ്യുക? ബ്ലഡ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പുറത്തോട്ട് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഏത് വാൽവ് ഓപ്പൺ ചെയ്യണം? ഇവിടെയുള്ള സെമി ലൂണാർ വാൽവ് ഓപ്പൺ ചെയ്യണം. ഇവിടെ നമ്മൾ പൾമണറി ആർട്ടറിയിലേക്ക് ലീഡ് ചെയ്യുന്ന സെമി ലൂണാർ വാൽവും ഓപ്പൺ ചെയ്യണം. അങ്ങനെ ബ്ലഡ് എല്ലാം കൂടെ എങ്ങോട്ടേക്ക് പോകുന്നടാ? പുറത്തോട്ട് പോകുന്നു. കണ്ടോ, ബ്ലഡ് എല്ലാം കൂടെ പുറത്തോട്ട് പോകുന്നു. സോ ഈ വെൻട്രിക്കുലർ സിസ്റ്റോൾ ആദ്യം നടന്ന ഇവൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബൈക്കസ്പിഡ് ആൻഡ് ട്രൈക്കസ്പിഡ് വാൽവ് ക്ലോസ് ചെയ്യുന്നു. ആൻഡ് ഹൂ ഈസ് ഓപ്പണിംഗ്? നമ്മുടെ സെമി ലൂണാർ വാൽവ് ഈസ് ഓപ്പണിംഗ്. സോ ദിസ് ഈസ് ഐഡിയ ഓഫ് ദ വെൻട്രിക്കുലർ സിസ്റ്റോൾ. അങ്ങനെ ബ്ലഡ് എല്ലാം കൂടെ പുറത്തോട്ട് പോകുന്നു. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ജോയിൻറ്റ് ആസ്റ്റോൾ സംഭവിക്കുന്ന സമയത്ത്, ജോയിൻറ്റ് ആസ്റ്റോൾ എന്ന് പറഞ്ഞാൽ ഇനി വെൻട്രിക്കിൾ റിലാക്സ് ചെയ്യാണ്. പക്ഷേ ഇനി അങ്ങോട്ട് വെൻട്രിക്കിൾ റിലാക്സ് ചെയ്യുന്ന മൊമെൻറ്റിൽ ആരും റിലാക്സ്ഡ് ആണ്, നമ്മുടെ ഏട്രി ആൾറെഡി റിലാക്സ്ഡ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ആൾറെഡി ആര് ക്ലോസ്ഡ് ആണ്? നമ്മുടെ ഇവിടെയുള്ള വാൽവുകൾ ക്ലോസ്ഡ് ആണെന്നുള്ള കാര്യം നമ്മൾ നേരത്തെ കണ്ടു. ആൻഡ് ഇവിടെ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ആൾറെഡി ഈ ഒരു വാൽവ് ഇവിടെ ഓപ്പൺ ആയിരുന്നു അല്ലേ? ഈ ഒരു സെമി ലൂണാർ വാൽവ് ഓപ്പൺ ആയിരുന്നു. ബ്ലഡ് എല്ലാം കൂടെ പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ ജോയിൻറ്റ് ആസ്റ്റോൾ വെൻട്രിക്കിൾ റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഈ വെൻട്രിക്കിൾ റിലാക്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ, ഇത് വെൻട്രിക്കിൾസ് റിലാക്സ് ചെയ്യാണ്. ഈ വെൻട്രിക്കിൾസ് റിലാക്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്തിനുള്ള സാധ്യത എന്ന് അറിയോ? ഇവിടെ ഒരു ലോ പ്രഷർ ഏരിയ ആയതുകൊണ്ട് നമ്മളെ ബ്ലഡ്, പുറത്തോട്ട് പോകുന്ന ബ്ലഡ് തിരിച്ചങ്ങോട്ടേക്ക് തന്നെ കയറാനുള്ള സാധ്യതയുണ്ട്. ആ കയറാനുള്ള സാധ്യതയെ കളയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ തിരിച്ചങ്ങോട്ടേക്ക് കയറുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആര് ക്ലോസ് ചെയ്യും? ഇവിടെയുള്ള നമ്മുടെ സെമി ലൂണാർ വാൽവ് ഇവിടെ എന്ത് ചെയ്യുന്നു? അടയുന്നു. കണ്ടോ, സെമി ലൂണാർ വാൽവ് എല്ലാം അങ്ങ് അടഞ്ഞു. ഇത് അടഞ്ഞ സമയത്ത് ഒരു പെർട്ടിക്കുലർ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ സൗണ്ടാണ് നമ്മുടെ ഡബ് സൗണ്ട്. സോ ഡബ് സൗണ്ട് അല്ലെങ്കിൽ നമ്മൾ S2 എന്ന് നമുക്ക് വിളിക്കാം. സോ വാട്ട് ഈസ് ദ റീസൺ ഓഫ് ദ ഫസ്റ്റ് ഹാർഡ് സൗണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഹാർഡ് സൗണ്ടിൻ്റെ കോസ് എന്താ? ഇവിടെ നമ്മുടെ ബൈക്കസ്പിഡ് ആൻഡ് ട്രൈക്കസ്പിഡ് വാൽവ് ക്ലോസ് ചെയ്തുകൊണ്ടാണ്. ഞാൻ വാട്ട് ഈസ് ദ റീസൺ ഓഫ് ഡബ് സൗണ്ട് എന്ന് ചോദിച്ചാൽ, വാട്ട് ഈസ് ദ റീസൺ? ഇവിടെയുള്ള നമ്മുടെ സെമി ലൂണാർ വാൽവ് ക്ലോസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ഡബ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹാർഡ് സൗണ്ടിന് പറ്റിയും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ഇനിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഇവിടെ നടക്കുന്നത് കേട്ടോ. ഇവിടെ ജോയിൻറ്റ് ആസ്റ്റോളിൻ്റെ ഒരു ഏർലി ഫേസ് ആണ് ഇത് എന്നുള്ളത് നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ജോയിൻറ്റ് ആസ്റ്റോൾ ഇങ്ങനെ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെയുള്ള വെസൽ, ഈ വെസൽ ഏതാ? ദിസ് ഈസ് അവർ പൾമണറി വെയിൻ ആണ് അല്ലേ? ആൻഡ് ദിസ് ഈസ് അവർ വിനക്കാവ. ഇവർക്ക് പ്രത്യേകിച്ച് വാൽസുകളൊന്നുമില്ല കേട്ടോ. ദേ ഡസൻറ്റ് ഹാവ് എനി വാൽസ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബ്ലഡ് എന്തായാലും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്ന് ഇങ്ങനെ നിറയും അല്ലേ? ബ്ലഡ് ഇവിടുന്ന് നമ്മുടെ ഏട്രിയാസിലോട്ട് ബ്ലഡ് വന്ന് നിറയും. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഏട്രിയിലോട്ട് ഇങ്ങനെ വന്ന് ബ്ലഡ് നിറയുന്നു. അങ്ങനെ ബ്ലഡ് വന്ന് ഇങ്ങനെ നിറഞ്ഞ് കുറേ ബ്ലഡ് വന്ന് അവിടെ നിറയും കേട്ടോ. അങ്ങനെ ബ്ലഡ് വന്ന് നിറഞ്ഞ് നമ്മളിനി ജോയിൻറ്റ് ആസ്റ്റോൾ തീരാൻ പോവാണ്, അതായത് ലേറ്റ് ഫേസ് ആണ്. അങ്ങനെ ബ്ലഡ് വന്ന് ഇവിടെ നിറഞ്ഞ് ഇവിടെയുള്ള ഏത് വാൽവുകൾ ഓപ്പൺ ചെയ്യുന്നറിയും? നമ്മുടെ ട്രൈക്കസ്പിഡ് ആൻഡ് ബൈക്കസ്പിഡ് വാൽവിനെ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെയുള്ള നമ്മുടെ ബൈക്കസ്പിഡ് വാൽവും ഇവിടെയുള്ള നമ്മുടെ ട്രൈക്കസ്പിഡ് വാൽവും ഓപ്പൺ ചെയ്യുന്നു. അങ്ങനെ ബ്ലഡ് എല്ലാം കൂടെ എങ്ങോട്ടേക്ക് വന്ന് ചാടും? നമ്മുടെ വെൻട്രിക്കിൾസിലോട്ട് വന്ന് ചാടും. ഇതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. ഓക്കെ, ഇവിടെ ആൾറെഡി ആര് ക്ലോസ്ഡ് ആണ്? ആൾറെഡി നമ്മൾ നേരത്തെ കണ്ടു, ജോയിൻറ്റ് ആസ്റ്റോളിൻ്റെ ഏർലി ഫേസിൽ ഇവിടെ ആൾറെഡി നമ്മൾ ആര് ക്ലോസ്ഡ് ആണ്? സെമി ലൂണാർ വാൽവ് ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇവിടെ ബ്ലഡ് എല്ലാം കൂടെ എങ്ങോട്ടേക്ക് വന്ന് ചാടി? നമ്മുടെ ജോയിൻറ്റ് ആസ്റ്റോളിൻ്റെ ലേറ്റ് ഫേസ് ആയപ്പോഴത്തേക്കും ബ്ലഡ് എല്ലാം കൂടെ നമ്മുടെ വെൻട്രിക്കിൾസിലോട്ട് വന്ന് ചാടി. ഇനി ഇവിടെയുള്ള ഒരു പ്രമാദമായ അല്ലെങ്കിൽ ഒരു മെയിൻ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ട് ഈസ് ദ റീസൺ ഓഫ് ദ ഓപ്പണിംഗ് ഓഫ് ദ ബൈക്കസ്പിഡ് ആൻഡ് ട്രൈക്കസ്പിഡ് വാൽവ്? പലപ്പോഴും കുട്ടികൾ തെറ്റിക്കുന്ന ഒരു ചോദ്യമാണ്. ബൈക്കസ്പിഡ് ആൻഡ് ട്രൈക്കസ്പിഡ് വാൽവ് ഓപ്പൺ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ഏട്രിയ സിസ്റ്റോളിൻ്റെ സമയത്താണെന്നാണ് പല കുട്ടികളും അറിയാതെ മാർക്ക് ചെയ്യുക. പക്ഷേ ഏട്രിയൽ സിസ്റ്റോളിൻ്റെ സമയത്ത് ആക്ച്വലി ഇവിടെ ബൈക്കസ്പിഡ് ആൻഡ് ട്രൈക്കസ്പിഡ് വാൽവ് ആൾറെഡി ഓപ്പൺ ആണ്. ഇത് കറക്റ്റ് ഓപ്പൺ ആവുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇവിടെ വന്ന് ബ്ലഡ് വന്ന് നിറയുന്നത് കൊണ്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ പ്രഷർ കൊണ്ടാണ് നമ്മുടെ ഇവിടെയുള്ള ബൈക്കസ്പിഡും ഇവിടെയുള്ള ട്രൈക്കസ്പിഡ് വാൽവും ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. സോ വാട്ട് ഈസ് ദ കോസ് ഓഫ് ദ ഓപ്പണിംഗ് ഓഫ് ദ ബൈക്കസ്പിഡ് ആൻഡ് ട്രൈക്കസ്പിഡ് വാൽവ്? ഞാൻ വീണ്ടും പറയുന്നു, ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ ബ്ലഡ് ഇൻ ദ ഏട്രിയ. ഇവിടെ വരുന്ന ബ്ലഡ്, ആ ബ്ലഡ് കാരണം ഉണ്ടാവുന്ന പ്രഷർ കൊണ്ടാണ് ഇവിടെയുള്ള ബൈക്കസ്പിഡ് വാൽവും ഇവിടെയുള്ള ട്രൈക്കസ്പിഡ് വാൽവും ഓപ്പൺ ചെയ്യുന്നത്. ഇത് കൃത്യമായിട്ട് NCERT പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യനിൽ ഇതിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. സോ അങ്ങനെ ബ്ലഡ് എല്ലാം കൂടെ ഇവിടേക്ക് വന്ന് നിറഞ്ഞു.
ഇനി പ്രത്യേകം മനസ്സിലാക്കുക, NCERT കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ഏട്രിയൽ സിസ്റ്റോളിൽ 30% ഓഫ് വെൻട്രിക്കുലാർ ഫില്ലിംഗ് ഓഫ് ബ്ലഡ് ആണ് നടക്കുന്നത്. 30% ഓഫ് വെൻട്രിക്കുലാർ ഫില്ലിംഗ് ഓഫ് ബ്ലഡ് മാത്രമേ നടക്കുന്നുള്ളൂ. ഇത് NCERT ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ എത്ര ശതമാനം ബ്ലഡാണ് ഇവിടെ വന്നത്? 30% ബ്ലഡ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ റിമൈനിങ് 70% ബ്ലഡ് എപ്പോഴാണ് വെൻട്രിക്കിളിലേക്ക് എത്തിയത്? അതാണ് നമ്മുടെ ജോയിൻറ്റ് ഡയാസ്റ്റോളിലാണ് ശരിക്കും 70% ഓഫ് ബ്ലഡും എവിടെ വരുന്നത്? നമ്മുടെ വെൻട്രിക്കിളിലേക്ക് എത്തുന്നത്. സോ നമ്മുടെ ജോയിൻറ്റ് ഡയാസ്റ്റോളിലെ ഒരു ലേറ്റ് ഫേസിൽ നമ്മുടെ ഈ രണ്ട് വാൽവുകളും, അതായത് ബൈകസ്പിഡ് ആൻഡ് ട്രൈകസ്പിഡ് വാൽവ് ഓപ്പൺ ചെയ്യുന്നത് കൊണ്ടാണ് 70% ഓഫ് വെൻട്രിക്കുലാർ ഫില്ലിങ്ങും നടക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. 70% ഓഫ് വെൻട്രിക്കുലാർ ഫില്ലിങ്ങും നടക്കുന്നത് ജോയിൻറ്റ് ഡയാസ്റ്റോളാണ്. സോ ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് മക്കളെ. നമ്മളിപ്പോൾ 4 ഫിഗർ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ അനലൈസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ ഈവൻസ് ഓഫ് കാർഡിയാക് സൈക്കിൾ. കാർഡിയാക് സൈക്കിളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമുക്ക് ഇതിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി വേറൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഞാൻ ഈ ഒരു റൈറ്റ് വെൻട്രിക്കിൾ ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്നുള്ളത് ഇവിടെ അങ്ങ് എന്ത് ചെയ്യുന്നു, വായിക്കുന്നു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറയാം, നമ്മുടെ ഈ ഒരു കോഡഡ് ടെൻഡിനെ എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ ഞാൻ ഇനി പരിചയപ്പെടുത്താൻ പോകുന്നു കേട്ടോ. ശരിക്കും മനസ്സിലാക്കണം, നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ വരികയാണ് കേട്ടോ. അതായത് നമ്മുടെ ട്രൈകസ്പിഡ് വാൽവ് അല്ലേ, റൈറ്റ് സൈഡിൽ ട്രൈകസ്പിഡ് വാൽവ് ഉണ്ട്. ഈ ട്രൈകസ്പിഡ് വാൽവിൻ്റെ ഈ കസ്പുകളെ ഈ ഒരു വെൻട്രിക്കിളിൻ്റെ മസിലിലോട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് പിടിക്കുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. ദാറ്റ് ഈസ് കാൾഡ് ആസ് കോഡഡ് ടെൻഡിനെ. കൃത്യമായിട്ട് NCERTയിൽ ഇങ്ങനെ ഒരു ഫിഗറിലായിട്ട് കാണിച്ചിട്ടുണ്ട്. കോഡഡ് ടെൻഡിനെ എന്ന് പറഞ്ഞൊരു പെർട്ടിക്കുലർ സ്ട്രക്ചർ. ഇങ്ങനെ ഈ വാൽവുകളുടെ പ്രത്യേകത അത് ഞാൻ കൈകൊണ്ട് കാണിക്കാൻ പോകുന്നു, ശ്രദ്ധിച്ചോ. നമ്മുടെ ഈ സപ്പോസ് ഇവിടെ മേലെ ഏട്രിയ, താഴെ വെൻട്രിക്കിൾ. ഈ വാൽവുകൾ എന്ത് ചെയ്യും? ഇവിടെയുള്ള വാൽവ് ഏതാ? ബൈകസ്പിഡ് ആൻഡ് ട്രൈകസ്പിഡ് വാൽവ്. സപ്പോസ് ഇവിടെ ലെഫ്റ്റ് ഏട്രിയ, താഴെ ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇവിടെ നമുക്ക് എന്തുണ്ട്? ഇതിൻ്റെ ഇടയിൽ ബൈകസ്പിഡ് വാൽവ് ഉണ്ട്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ പെർട്ടിക്കുലർ ഏരിയയിൽ ആരുള്ളത്? വിച്ച് വാൽവ്? ഈ വാൽവ് ഏതാ? ബൈകസ്പിഡ് വാൽവാണ്. ഈ ബൈകസ്പിഡ് വാൽവ് താഴേക്ക് ഓപ്പൺ ചെയ്യുന്നത് സാധാരണഗതിയിൽ ബ്ലഡ് മേലിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന സമയത്താണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ താഴേക്ക് ഈ വാൽവുകൾ ഓപ്പൺ ചെയ്യുന്നു. ഇത് ഓപ്പൺ ചെയ്യാനുള്ള കാരണം തന്നെ ഈ കോഡഡ് ടെൻഡിനെ ഇങ്ങോട്ടേക്ക് വലിപ്പിക്കുന്നു. നമ്മുടെ ഈ ഒരു വാൽവുകളുടെ കസ്പിനെ ഇങ്ങനെ താഴോട്ട് വലിപ്പിക്കുകയാണ് ചെയ്യുക. ഇനി നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം, വാൽവ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി പ്രൊമോട്ടിംഗ് ദ യൂണി ഡയറക്ഷണൽ ഫ്ലോ ഓഫ് ദ ബ്ലഡ് ആണല്ലേ. അതായത് നമ്മുടെ ബ്ലഡ് ഇവിടുന്ന്, അതായത് ഏട്രിയയിൽ നിന്ന് വെൻട്രിക്കിളിലോട്ട് ബ്ലഡിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്, ആ ഡയറക്ഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾ നമ്മുടെ വാൽവുകൾ. അതായത് ലെഫ്റ്റ് ഏട്രിയെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാൽവുകൾ താഴോട്ട് ഓപ്പൺ ചെയ്യുന്നു. അങ്ങനെ ബ്ലഡ് എല്ലാം കൂടെ താഴോട്ട് ഇറങ്ങുന്നു, നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിലോട്ട് ഇറങ്ങുന്നു. ഇനിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇനി നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് എങ്ങോട്ടേക്കേ പോകാൻ പാടുള്ളൂ? ലെഫ്റ്റ് വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് മേലോട്ട് കയറാൻ പാടില്ല. അതിന് നിങ്ങൾക്കറിയാം, നമ്മൾ നേരത്തെ കണ്ടു, നമ്മുടെ ആര് ക്ലോസ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബൈകസ്പിഡ് ആൻഡ് ട്രൈകസ്പിഡ് വാൽവ് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ബൈകസ്പിഡ് ആൻഡ് ട്രൈകസ്പിഡ് വാൽവ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇവർ ഒരിക്കലും മേലോട്ട് തുറക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇവർ മേലോട്ട് തുറക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഈ ഒരു കോഡഡ് ടെൻഡിനെ വീണ്ടും അവിടെ പുള്ള് ചെയ്ത് നിർത്തുന്നത് കൊണ്ടാണ് ഈ ഒരു ബൈകസ്പിഡ് ആൻഡ് ട്രൈകസ്പിഡ് വാൽവിനെ മേലോട്ട് തുറക്കാൻ പറ്റുന്നത്. ഈ ഒരു ബൈകസ്പിഡ് ആൻഡ് ട്രൈകസ്പിഡ് വാൽവ് താഴോട്ട് തുറക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ആ ഒരു കോഡഡ് ടെൻഡിനെ ഇങ്ങനെ താഴോട്ട് വലിക്കുന്നതുകൊണ്ടാണ്. സോ ഇത് ബൈകസ്പിഡ് ആൻഡ് ട്രൈകസ്പിഡ് വാൽവുകളാണ് ഉദ്ദേശിക്കുക. ഇവർ താഴോട്ട് തുറക്കാനുള്ള കാരണം ഈ ഒരു കോഡഡ് ടെൻഡിനെ ഇങ്ങനെ പുൾ ചെയ്യുന്നു. ഇനി എന്തുകൊണ്ടാണ് ഈ ബൈകസ്പിഡ് ആൻഡ് ട്രൈകസ്പിഡ് വാൽവ് മുകളിലോട്ട് തുറക്കാത്തത്? അഥവാ നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് നമ്മുടെ ബൈകസ്പിഡ് വാൽവ് മുകളിലോട്ട് തുറക്കുന്നില്ല? അതായത് ഇങ്ങനെ താഴോട്ട് തുറന്ന സാധനം വീണ്ടും അടക്കുന്ന സമയത്ത് ഇത് ഒരിക്കലും മേലോട്ട് തുറക്കുന്നില്ല. അതിൻ്റെ റീസണും ഈ കോഡഡ് ടെൻഡിനെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ കോഡഡ് ടെൻഡിനെ നോൺ ഫംഗ്ഷനിലാണെങ്കിൽ എന്ത് സംഭവിക്കുമായിരിക്കും? ഈ കോഡഡ് ടെൻഡിനെ ഫംഗ്ഷൻ അല്ലെങ്കിൽ കോഡഡ് ടെൻഡിനെ ബിക്കം പാർഷ്യലി നോൺ, നമ്മളെ ക്വസ്റ്റ്യനിലോട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ കോഡഡ് ടെൻഡിനെ മര്യാദയ്ക്ക് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വാൽവുകൾ താഴോട്ടും തുറക്കും, മേലോട്ടും തുറക്കും. ആ ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം സെറ്റാണ്. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിലോട്ടാണ് ഇനി ഞാൻ വരാൻ പോകുന്നത് കേട്ടോ. സോ ഐ തിങ്ക് യു ഗോട്ട് ദ ബേസിക് ഐഡിയ ഓഫ് ദ കാർഡിയാക് സൈക്കിൾ. ഇനി നമ്മൾ ക്വസ്റ്റ്യൻസിലോട്ട് നമ്മൾ കിടക്കാൻ പോവാണ്. അപ്പോൾ ആ ഒരു ഓർഡറിൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഫസ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ, ഏട്രിയോ വെൻട്രിക്കുലാർ നോഡ്, അതായത് എ വി നോഡ് ജനറേറ്റ്സ് ആൻ ആക്ഷൻ പൊട്ടൻഷ്യൽ ടു സ്റ്റിമുലേറ്റ് ഏട്രിയൽ കോൺട്രാക്ഷൻ. നമുക്കറിയാം ദാറ്റ് ഈസ് എ ഒബ്വിയസ് ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ്. ബിക്കോസ് എ വി നോഡല്ല നമ്മുടെ പേസ് മേക്കറായിട്ട് വരുന്നത് എസ് എ നോഡാണ്. അപ്പോൾ എസ് എ നോഡാണ് അതിൽ വരിക അല്ലേ. ഇത് നമ്മൾ നോഡൽ ടിഷ്യൂസ് ഓഫ് ഹാർട്ട് എന്നുള്ള ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത, അപ്പോൾ ഓപ്ഷൻ എ തെറ്റാണ്. ട്രൈകസ്പിഡ് ആൻഡ് ബൈകസ്പിഡ് വാൽവ് ഓപ്പൺ ഡ്യൂ ടു പ്രഷർ എക്സേർട്ടഡ് ബൈ ദ സൈമൾട്ടേനിയസ് കോൺട്രാക്ഷൻ ഓഫ് ഏട്രിയ. ആണോ? ഏട്രിയൽ കോൺട്രാക്ഷൻ കൊണ്ടല്ലല്ലോ നമ്മുടെ ബൈകസ്പിഡ് ട്രൈകസ്പിഡ് വാൽവ് തുറന്നത്. എന്തുകൊണ്ടാണ്? നമ്മുടെ ബ്ലഡ് നമ്മുടെ ഏതിലോട്ട് വരുന്നു? ബ്ലഡ് ജോയിൻറ്റ് ഡയാസ്റ്റോളിൻ്റെ സമയത്ത് ബ്ലഡ് എല്ലാം കൂടെ നമ്മുടെ ഏട്രിയയിലോട്ട് വന്ന് ആ ബ്ലഡ് കാരണം ഉണ്ടാകുന്ന പ്രഷർ കൊണ്ടാണ് ഇവിടെയുള്ള രണ്ട് വാൽവുകളും ഓപ്പൺ ചെയ്ത് നമ്മുടെ ബൈകസ്പിഡ് ആൻഡ് ട്രൈകസ്പിഡ് വാൽവ് ഓപ്പൺ ചെയ്തത്. സോ ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി വാട്ട് അബൌട്ട് ദ ഓപ്ഷൻ സി?
ബ്ലഡ് മൂവ്സ് ഫ്രീലി ഫ്രം ഏട്രിയം ടു വെൻട്രിക്കിൾ ഡ്യൂറിങ് ജോയിൻറ്റ് ആസ്റ്റോൾ. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ ദിസ് ഈസ് എ പെർഫെക്റ്റ് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് 70% ഓഫ് വെൻട്രിക്കുലർ ഫില്ലിങ്ങും നടക്കുന്നത് നമ്മുടെ ഈ ഒരു ജോയിൻറ്റ് ആസ്റ്റോളിൻ്റെ സമയത്താണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. സോ ദാറ്റ് ഈസ് ദ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. ഇൻക്രീസ്ഡ് വെൻട്രിക്കുലർ പ്രഷർ കോസസ് ക്ലോസിംഗ് ഓഫ് സെമി ലൂണാർ വാൽവ്. തെറ്റാണല്ലേ? ഈ വെൻട്രിക്കുലർ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പെർട്ടിക്കുലർ ഇത് നമ്മുടെ അയോട്ടയാണ്, ഇവിടെ ഉള്ളത് നമ്മുടെ പൾമണറി ആർട്ടറിയാണ് അല്ലേ, ഏകദേശം റെപ്രസെൻറ്റേഷൻ മാത്രമാണ്. ആൻഡ് ഇവിടെയുള്ള വാൽവുകൾ എന്താ ചെയ്യുന്നത്? സെമി ലൂണാർ വാൽവ് ക്ലോസ് ചെയ്യല്ല ചെയ്യുക, അവിടെ പ്രഷർ കൂടുമ്പോൾ ബ്ലഡിന് പുറത്തേക്ക് പോകാൻ ഇവർ ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യുക. സോ ദാറ്റ് ഈസ് അഗെയിൻ എ ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ മക്കളെ ഇതിലെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ സി ആണ് വരിക അല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. ഇഫ് ഡ്യൂ ടു സം ഇഞ്ചുറി കോഡേഡ് ടെൻഡിനെ ഓഫ് ദ ട്രൈക്കസ്പിഡ് വാൽവ് ഓഫ് ഹ്യൂമൻ ഹാർട്ട് ഈസ് പാർഷ്യലി നോൺ ഫങ്ഷണൽ, വാട്ട് വിൽ ബി ദ ഇമ്മീഡിയറ്റ് എഫക്റ്റ്? ഇത് നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് ആൻസർ പറയാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ കോഡേഡ് ടെൻഡിനേൻ്റെ ഫംഗ്ഷനൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ഇതിൽ നമ്മൾ അറിയാതെ തെറ്റിക്കാനൊരു സാധ്യതയുണ്ട്. ഇത് നിങ്ങൾ ആൻസർ പറയാൻ ശ്രമിക്കുക. കോഡേഡ് ടെൻഡിനെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ബ്ലഡ് എല്ലാം കൂടെ മേലോട്ട് പോകും, അത്രയേ ഉള്ളൂ അല്ലേ. ബ്ലഡ് എല്ലാം കൂടെ മേലോട്ട് പോകും. അപ്പോൾ നമ്മൾ ഇതിൽ സ്വാഭാവികമായിട്ടും ആൻസർ പറയാൻ സാധ്യത. നിങ്ങൾ ആൻസർ കിട്ടിയോ? പലരും പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണോ? someone told ഓപ്ഷൻ ഡി. ഐ ക്യാൻ ഹിയർ ത്രൂ ദ ടെലിപതി കോൺവെർസേഷൻ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അത് എന്തുകൊണ്ട് ഓപ്ഷൻ സി അല്ല എന്നുള്ളത് നമുക്ക് നോക്കണം. അതായത് എന്തായാലും ബ്ലഡ് ഫ്ലോ ഇൻ ടു ദ അയോട്ട വിൽ ബി സ്ലോഡ് ഡൗൺ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഏത് സൈഡാണെന്നുള്ളത് ആദ്യം നമുക്ക് നോക്കണം കേട്ടോ. വിച്ച് സൈഡ്? കോഡഡ് ടെൻഡ് ഓഫ് ദ ട്രൈക്കസ്പിഡ് വാൽവ്. ഇത് ഓപ്ഷൻ ഡി അല്ല കേട്ടോ. ചെറിയൊരു മാറ്റമുണ്ട് മക്കളെ, ചെറിയൊരു മാറ്റമുണ്ട്. നോക്കാം, നമുക്ക് ഓരോരോ ഓപ്ഷൻസിലോട്ട് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യം തന്നെ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ട്രൈക്കസ്പിഡ് വാൽവ് ആണ്. ട്രൈക്കസ്പിഡ് വാൽവിൻ്റെ സൈഡ് ഏതാണെന്നുള്ളത് ആദ്യം പറയണം. ട്രൈക്കസ്പിഡ് വാൽവ് ഇവിടെയാണോ? ഇവിടെ അല്ല. അപ്പോൾ നമ്മൾ പറയുന്നത് ഈ ഒരു സൈഡാണ്. നമുക്ക് നോക്കാം. ഈ ഒരു സൈഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡാണ്. റൈറ്റ് സൈഡിലാണ് നമ്മുടെ ട്രൈക്കസ്പിഡ് വാൽവ് വരുന്നത്. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോൾ ഇവൻ നോൺ ഫംഗ്ഷനിലായി. ഇവൻ നോൺ ഫംഗ്ഷനിലാണെങ്കിൽ എന്താ സംഭവിക്കുക? ബ്ലഡ് ഈ വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുമ്പോൾ ബ്ലഡ് എന്ത് ചെയ്യും? ബ്ലഡ് മേലോട്ട് കയറും. ഈ മേലോട്ടെന്ന് പറയുമ്പോൾ ഏത് ചേമ്പറാ? ഇറ്റ് ഈസ് നോട്ട് ദ ലെഫ്റ്റ് ഏട്രിയം, ഇറ്റ് ഈസ് ദ റൈറ്റ് ഏട്രിയം. റൈറ്റ് ഏട്രിയയിലോട്ടാണ് ബ്ലഡ് തിരിച്ചു കയറുക. അപ്പോൾ ഈ ഓപ്ഷൻ തെറ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ ഇനി ബെസ്റ്റ് ഓപ്ഷൻ ഏതാണെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് കേട്ടോ. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കണം, ബ്ലഡ് എല്ലാം കൂടെ മേലോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടേക്ക് ബ്ലഡ് കയറുന്നത് കുറയും അല്ലേ. ഇവിടെ എന്ന് പറയുമ്പോൾ ഇത് ആരടാ? ദിസ് ഈസ് ദ പൾമണറി ആർട്ടറിയ. അപ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റായിട്ട് വരുന്നത്. സോ ബ്ലഡ് ഫ്ലോ ഇൻ ടു ദ പൾമണറി ആർട്ടറി വിൽ ബി റെഡ്യൂസ്ഡ് എന്നുള്ളതാണ് ഇതിലെ കറക്റ്റായിട്ട് വരുന്ന ആൻസർ കേട്ടോ. സോ ദിസ് ഈസ് ദ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ. നൗ ലബ് സൗണ്ട് ഓഫ് ദ ഹാർട്ട് ഈസ് കോസ്ഡ് ബൈ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ലബ് സൗണ്ട് വരുന്നത് നമ്മുടെ ക്ലോഷർ ആണ് അല്ലേ. ക്ലോഷർ ഓഫ് വാൽവ്സ് ഓൺലി പ്രൊഡ്യൂസസ് സൗണ്ട് എന്ന് മനസ്സിലാക്കണം. ഓപ്പണിംഗ് ഡസൻ പ്രൊഡ്യൂസസ് എനി സൗണ്ട്. അപ്പോൾ ഇതിലെ ആൻസർ വരുന്നത് ക്ലോഷർ ഓഫ് ട്രൈക്കസ്പിഡ് ആൻഡ് ബൈക്കസ്പിഡ് വാൽവാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോസ് ഓഫ് ദ സെക്കൻഡ് ഹാർട്ട് സോൺ. സെക്കൻഡ് ഹാർട്ട് സോണിൻ്റെ കോസ് ഇതിൽ ഏതാണ് വരുന്നത്? ക്ലോഷർ ഓഫ് സെമി ലൂണാർ വാൽവ്സ് ആണ്. സോ മക്കളെ, നമ്മൾ കാർഡിയക് സൈക്കിളുമായി ബന്ധപ്പെട്ടുള്ള ഈവൻസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷനാണ് ഇപ്പോൾ ചെയ്തത്. ഇനി നിങ്ങൾ ആ NCERT നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പാരഗ്രാഫിലിടാം. NCERT റെസ്പെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ആക്ച്വലി നിങ്ങൾ ഹ്യൂമൻ ഫിസിയോളജി ഒക്കെ നിങ്ങൾ MBBS ലെവലൊക്കെ പഠിക്കും, ഇതിനേക്കാൾ കൂടുതൽ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ NCERT പ്രകാരമുള്ള കാര്യങ്ങളെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇനി നിങ്ങൾ ഈ ഒരു വലിയ പാരഗ്രാഫ് കണ്ടോ, ഈ ഒരു വലിയ പാരഗ്രാഫുകൾ നിങ്ങൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബേസിക്കലി ഈ ഒരു വലിയ പാരഗ്രാഫ് വളരെ സിമ്പിളായിട്ട് അനുഭവപ്പെടും. അതിന് നിങ്ങൾക്ക് വേണ്ടത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ നേരത്തെ ഞാൻ ഡിസ്കസ് ചെയ്ത ഈ ഒരു 4 ഈവൻറ്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതായത് ജോയിൻറ്റ് ആസ്റ്റോൾ നമ്മൾ ലേറ്റ് ആയിട്ടുള്ള അവസ്ഥ, അത് ജോയിൻറ്റ് ആസ്റ്റോൾ തീരാൻ നേരം അല്ലെങ്കിൽ ജോയിൻറ്റ് ആസ്റ്റോൾ ഹാഫ് മുതൽ ഈ ഒരു ബ്ലഡ് എല്ലാം കൂടെ എങ്ങോട്ടേക്ക് വന്ന് ചാടി നമ്മുടെ വെൻട്രിക്കിലോട്ട് വന്ന് ചാടി 70% ബ്ലഡ് ഏട്രിയൽ സിസ്റ്റോളിന് സമയത്ത് ബാക്കി റിമൈനിങ് 30% ബ്ലഡ് എവിടെ എത്തി? നമ്മുടെ വെൻട്രിക്കിലെത്തി. വെൻട്രിക്കിൾ ഫുൾ ബ്ലഡാണ്, ഫുൾ സെറ്റാണ്. വെൻട്രിക്കിൾ 100% ബ്ലഡ് വന്ന് ഇനി ബ്ലഡിന് എന്ത് ചെയ്യണം? ഈ ബ്ലഡിനെ എല്ലാം കൂടെ പുറത്തോട്ട് പമ്പ് ചെയ്യണം. അതിന് ഇവിടെ വെൻട്രിക്കിൾ എല്ലാം കൂടെ ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യില്ലേ. വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് മേലോട്ട് കയറാതിരിക്കാൻ നമ്മുടെ ബൈക്കസ്പിഡ് ട്രൈക്കസ്പിഡ് വാൽവ് അടയുന്നു. അപ്പോൾ ലബ് സൗണ്ട് ഉണ്ടാകുന്നു. അങ്ങനെ വീണ്ടും പ്രഷർ കൂടുന്ന സമയത്ത് ഇവിടെ സെമി ലൂണാർ വാൽവ് ഓപ്പൺ ചെയ്യുന്നു. അങ്ങനെ ബ്ലഡ് എല്ലാം കൂടെ പുറത്തോട്ട് പോകുന്നു. ഇനി നമ്മുടെ ജോയിൻറ്റ് ആസ്റ്റോൾ വീണ്ടും സംഭവിക്കുന്നു, അഥവാ വെൻട്രിക്കിൾ റിലാക്സ് ചെയ്യുന്നു. വെൻട്രിക്കിൾ റിലാക്സ് ചെയ്യുന്ന സമയത്തുള്ള പ്രശ്നം നമ്മുടെ ബ്ലഡ് തിരിച്ചങ്ങോട്ടേക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ നമ്മുടെ സെമി ലൂണാർ വാൽവ് അടക്കുന്നു. അത് അടക്കുന്ന സമയത്ത് ഒരു ഡബ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മേലെന്തായാലും ബ്ലഡ് വന്ന് നിറയും. ഈ ബ്ലഡ് വന്ന് നിറഞ്ഞ് ആ പ്രഷർ കാരണമാണ് നമ്മുടെ ഇവിടെയുള്ള ഏത് വാൽവ് ഓപ്പൺ ചെയ്യുന്നത്? നമ്മുടെ ബൈക്കസ്പിഡ് ആൻഡ് ട്രൈക്കസ്പിഡ് വാൽവ് ഓപ്പൺ ചെയ്യും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈവൻറ്റ്സ് ഓഫ് കാർഡിയക് സൈക്കിൾ. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്വയറീസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സോ ടിൽ ദെൻ ബൈ.